ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. ഇന്നത്തെ വീഡിയോയിൽ 2025 ബഡ്ജറ്റിൽ ആരോഗ്യ സംരക്ഷണ മേഖലയുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2025 ബഡ്ജറ്റ് ആരോഗ്യ സംരക്ഷണ രംഗത്ത് ഉയർത്തുന്ന പ്രതീക്ഷകൾ, ബഡ്ജറ്റിൽ നേട്ടമുണ്ടാക്കാവുന്ന ഹെൽത്ത് കെയർ സ്റ്റോക്കുകൾ എന്നിവയൊക്കെ ഈ വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം. 2023-24 സാമ്പത്തിക സർവേ റിപ്പോർട്ട് ചെയ്ത മികച്ച വികസനങ്ങൾ ആരോഗ്യ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് കാരണമായിട്ടുണ്ട്. 2024 ഇന്ത്യയുടെ പൊതുജന ആരോഗ്യ ചെലവ് GDP-യിലെ 1.9% വർദ്ധിച്ചപ്പോൾ ആരോഗ്യ മന്ത്രാലയത്തിന്റെ 2025 2.5 എന്ന ലക്ഷ്യം പ്രധാന ചർച്ചാ വിഷയമായി തുടരുന്നു. മിഷൻ ഇന്ദ്രധനുഷ്, പ്രതിരോധ കുത്തിവയ്പ് വ്യാപനം, ആയുഷ്മാൻ ഭാരത് തുടങ്ങിയ പദ്ധതികളുടെ വിപുലീകരണം 36 കോടി ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് 2024 ആരോഗ്യ മേഖലയിലുണ്ടായ വലിയൊരു നേട്ടം തന്നെയാണ്. 2025 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI അടിസ്ഥാനമാക്കിയുള്ള സൊല്യൂഷൻസും എസ്പെഷ്യലി രോഗനിർണയത്തിലും ചികിത്സാ ആസൂത്രണത്തിലുമുള്ള പ്രോബബിലിറ്റി സ്പീഡപ്പ് ചെയ്യുന്നതിനുള്ള ഇൻവെസ്റ്റ്മെന്റും സ്ട്രാറ്റജിക് ആക്ഷൻസും വരെ വളരെ പ്രധാനമാണ്. 2025 ബഡ്ജറ്റ് പൊതുവായ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ പുതിയ പ്ലാനുകൾ കൊണ്ടുവരികയും നിലവിലുള്ള പോളിസികളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതുകൊണ്ട് ആരോഗ്യ സംരക്ഷണ പദ്ധതികളിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റും സാങ്കേതിക മാറ്റങ്ങളും രാജ്യത്തെ ഹെൽത്ത് സെക്ടറുകളിൽ എഫക്റ്റീവ് ചേഞ്ചസ് കൊണ്ടുവരാൻ വലിയൊരു പങ്ക് വഹിക്കാൻ സാധ്യതയുണ്ട്. നിഫ്റ്റി ഹെൽത്ത് കെയർ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 2024 വിപണി മാറ്റങ്ങൾക്കിടെ നിഫ്റ്റി ഹെൽത്ത് കെയർ സൂചിക ഇതിന് മറ്റൊരു വലിയ ഉദാഹരണമായി മാറി. വലിയ മാർക്കറ്റ് പ്രവണതകൾക്ക് അനുസൃതമായി 2024 നിഫ്റ്റി 59% YTD റിട്ടേണുകൾ നൽകിയപ്പോൾ ഹെൽത്ത് കെയർ സെക്ടർ അതിന്റെ ഏറ്റവും ഉയർന്ന മേഖലയിൽ തുടരുകയും പുതിയ ഉയരങ്ങൾ കൈവരിക്കുകയും ചെയ്തു. ഈ മേഖലയിലെ ഓഹരികൾ പ്രത്യേകിച്ച് റെഡ്ഡീസ് ലബോറട്ടറീസ്, അപ്പോളോ ഹോസ്പിറ്റൽ, സൺ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ്, ലൂപ്പിൻ എന്നിവ സ്ട്രോങ് പെർഫോമൻസ് കാഴ്ചവെച്ചു. ആരോഗ്യ സംരക്ഷണ മേഖലയുടെ ഇമ്മ്യൂണിറ്റി അതിന്റെ ഗ്രോത്തിന്റെ ഭാഗമായി മികച്ച വാല്യൂകളിൽ പ്രവർത്തിക്കുന്നതായി കാണിക്കുന്നതും വിപണിയിലെ വലിയ കറക്ഷന്റെ ഇടയ്ക്കും പ്രത്യാശ നൽകുന്ന ഒരു നല്ല മേഖലയായിട്ട് മാറി. വൈവിധ്യമാർന്ന ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റുകൾ, ഹോസ്പിറ്റൽ സർവീസസ്, ഡയഗ്നോസ്റ്റിക്സ് തുടങ്ങിയ ഈ സെക്ടറുകളിലെ പ്ലെയറുകൾ ഭാവിയിൽ വളരെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട്. 2025 കേന്ദ്ര ബഡ്ജറ്റ് വരുമ്പോൾ ഹെൽത്ത് സെക്ടറുകൾ അതിന്റെ വികസന പ്രതീക്ഷകൾ ഉയർത്തിപ്പിടിക്കുന്നു. പൊതുജനാരോഗ്യ ഫലങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ആരോഗ്യ സൗകര്യങ്ങൾ പ്രാദേശിക തലത്തിൽ വരെ ലഭ്യമാക്കുന്നതിനും ഈ ബഡ്ജറ്റ് കാര്യക്ഷമമായി പ്രവർത്തിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രതിരോധപരമായ ആരോഗ്യ സംരക്ഷണം, ഡിജിറ്റൽ ആരോഗ്യ സേവനങ്ങൾ, ഗ്രാമീണ മേഖലയിലെ വിടവുകൾ, മെഡിക്കൽ എക്യുപ്മെന്റ്സ് മാനുഫാക്ചറിംഗ് പ്രോത്സാഹിപ്പിക്കൽ എന്നീ സെക്ടറുകളിൽ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആയുഷ്മാൻ ഭാരത് പോലെയുള്ള പദ്ധതികളുടെ കഴിവ് വർദ്ധിപ്പിക്കുന്നതും സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സയ്ക്ക് മോണിറ്ററി എയ്ഡ് ഫണ്ടുകൾ നൽകാനും 2025-26 ബഡ്ജറ്റ് സ്ട്രാറ്റജിക് ഇൻസ്ട്രക്ഷൻസ് തന്നെ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബഡ്ജറ്റിൽ നേട്ടമുണ്ടാക്കുന്ന ഹെൽത്ത് കെയർ സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി സൺ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. മഹാരാഷ്ട്രയിലെ മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ മൾട്ടിനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് സൺ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. പ്രധാനമായും ഇന്ത്യയിലും അമേരിക്കയിലും ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷനുകളും ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ചേരുവകൾ നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാർമ കമ്പനിയാണ് സൺ ഫാർമസ്യൂട്ടിക്കൽസ്. കാർഡിയോളജി, സൈക്കാട്രി, ന്യൂറോളജി, ഗ്യാസ്ട്രോഎൻട്രോളജി, ഡയബറ്റോളജി തുടങ്ങിയ വിവിധ ചികിത്സാ മേഖലകളിൽ കമ്പനി ഫോർമുലേഷനുകൾ വാഗ്ദാനം ചെയ്യുന്നു. ടെക്നിക്കൽ പെർഫോമൻസ്: ഡെയിലി, വീക്ക്ലി, 6 months, 1 year. 6 months 10%, 1 year 33.4%. ഷെയർ ഹോൾഡിംഗ്: പ്രൊമോട്ടർ 54.48%, FII 18.01%, DII 18.59%, പബ്ലിക് 8.89%. ഇമ്പോർട്ടന്റ് റേഷ്യോസ്: നെറ്റ് പ്രോഫിറ്റ് 9648, ഏർണിംഗ് പെർ ഷെയർ 39.9, ഫിനാൻഷ്യൽ റേഷ്യോസ് 15.04. വോളിയം വർധനയും പുതിയ ലോഞ്ചുകളും കമ്പനിയുടെ വിപണി സാധ്യതയെ സ്വാധീനിച്ചിട്ടുണ്ട്. Q2 ഫലങ്ങളിൽ 13,264 കോടിയുടെ ഏകീകൃത വരുമാനവും 3,040 കോടിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 28% വാർഷിക വളർച്ചയോടെ കൈവരിച്ചത് ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാനും കമ്പനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. EBITDA മാർജിൻ 29.6% ഉയർന്നപ്പോൾ ഡെവലപ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് 793 കോടിയായി മാറി. US 20.3% വർധനയോടുകൂടിയ ഫോർമുലേഷൻ ഇൻകവും
ഇന്ത്യൻ ഫോർമുലേഷൻ വരുമാനത്തിൽ 11% വളർച്ചയും കമ്പനിയുടെ ശക്തമായ പ്രകടനത്തിന് നിർണായകമായിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്പെഷ്യാലിറ്റി സെഗ്മെന്റുകൾ. വിപുലമായ പോർട്ട്ഫോളിയോ കമ്പനി സൃഷ്ടിച്ചതും പൈപ്പ് ലൈൻ വികസിപ്പിക്കുന്നതും പ്രൊമോട്ടർമാരുടെ FIIകളിൽ മികച്ച നിക്ഷേപത്തിന് കാരണമായി. 2024-25 സാമ്പത്തിക വർഷത്തിലെ സ്ട്രോങ് പെർഫോമൻസ് നോക്കുമ്പോൾ ഇപ്പോഴുള്ള മൂല്യനിർണ്ണയങ്ങൾക്കൊപ്പം ഓഹരി വില കുറയുമ്പോൾ നിക്ഷേപകർക്ക് വാങ്ങിക്കൂട്ടാൻ ഒരു നല്ലൊരു ബൈയിങ് ഓപ്ഷനായി മാറിയിട്ടുണ്ട് സൺ ഫാർമയുടെ ഓഹരികൾ. ടെക്നിക്കൽ അനാലിസിസ്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. മൂവിംഗ് ആവറേജ് ചാർട്ടുകൾ 50, മൂവിംഗ് ആവറേജ് 100, മൂവിംഗ് ആവറേജ് 200. കമ്പൈൻലി ഒരു പ്രഡിക്ഷൻ ചാർട്ട് കൂടി കൊടുത്തിട്ടുണ്ട്. ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസിന്റെ ഒരു പ്രഡിക്ഷൻ ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അടുത്തായി ലൂപ്പിൻ ലിമിറ്റഡ്. മുംബൈ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്നതും ഗ്ലോബലി വ്യവസായം നടത്തുന്നതുമായ ഒരു ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചറിംഗ് കമ്പനിയാണ് ലൂപ്പിൻ ലിമിറ്റഡ്. മാർക്കറ്റ് വാല്യൂവിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ മരുന്ന് നിർമ്മാണ കമ്പനികളിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ലൂപ്പിൻ ലിമിറ്റഡ് ലോകവ്യാപകമായ ജനറിക് മെഡിസിൻ നിർമ്മാണ കമ്പനിയുടെ പട്ടികയിൽ 14ാം സ്ഥാനത്താണ്. ടെക്നിക്കൽ പെർഫോമൻസ് 6 months 1%, 1 year 54.5%. ഷെയർ ഹോൾഡിംഗ് പ്രൊമോട്ടർ 46.96%, FII 21.5%, DII 25.11%, പബ്ലിക് 6.44%. ഇമ്പോർട്ടന്റ് റേഷ്യോസ്: നെറ്റ് പ്രോഫിറ്റ് 2326.09, ഏർണിംഗ് പെർ ഷെയർ 51.1. ഫിനാൻഷ്യൽ റേഷ്യോസ് 11.29. മുംബൈ ആസ്ഥാനമായിട്ടുള്ള ലുപിൻ ലിമിറ്റഡ് ബ്രാൻഡിന് ഫോർമുലേഷനുകൾ മുതൽ കോംപ്ലക്സ് ജനറിക്സ് വരെയുള്ള ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റുകളിൽ മികവ് പുലർത്തുന്ന ആഗോള ഫാർമസ്യൂട്ടിക്കൽ പോർട്ട്ഫോളിയോ ഉള്ള സ്ഥാപനമാണ്. 2024 സെപ്റ്റംബർ 30 അവസാനിച്ച പാദത്തിൽ കമ്പനി 5715.2 ഇന്റഗ്രേറ്റഡ് സെയിൽസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മുൻ വർഷത്തേക്കാൾ 12.52% വളർച്ചയാണ് സൂചിപ്പിക്കുന്നത്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 74.19% ആനുവൽ ഗ്രോത്ത് കൈവരിച്ച് 852.63 കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട്. ഇത് ലുപിൻ ലിമിറ്റഡിന്റെ ശക്തമായ പ്രവർത്തന മികവിനെയും എക്സ്പെൻസീവ് മാർക്കറ്റ് പ്രഷറിനെയും അടയാളപ്പെടുത്തുന്നു. നിലവിൽ സ്റ്റോക്ക് 2330 നിലയിൽ നിൽക്കുമ്പോൾ മുകളിലേക്ക് ട്രേഡ് ചെയ്യുന്നത് മികച്ച ഒരു ഫ്യൂച്ചർ പെർഫോമൻസ് സാധ്യതകളെ സൂചിപ്പിക്കുന്നു. എന്നാൽ പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് 2300 ലെവലിലാണുള്ളത്. RSI അനുസരിച്ച് ഓവർബോട്ട് അല്ലെങ്കിൽ അണ്ടർബോട്ട് നിലകൾ സൂചിപ്പിക്കുന്നതിനാൽ ടെക്നിക്കൽ ട്രെൻഡ്സും മികച്ച ഭാവി പ്രകടനത്തിന്റെ സാധ്യതയിലേക്കാണ് നയിക്കുന്നത്. ലുപിൻ ലിമിറ്റഡിന്റെ ശക്തമായ അടിസ്ഥാന സൂചികളും വർദ്ധിച്ച ലാഭക്ഷമതയും ഈ സ്റ്റോക്കിൽ കൂടുതൽ നിക്ഷേപകർക്ക് സാധ്യത ഉയർത്തുന്നു. ടെക്നിക്കൽ അനാലിസിസ്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. മൂവിംഗ് ആവറേജ് ചാർട്ട് 50, മൂവിംഗ് ആവറേജ് ചാർട്ട് 100, മൂവിംഗ് ആവറേജ് ചാർട്ട് 200. ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസിന്റെ പ്രഡിക്ഷൻ ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടെക്നിക്കൽ ഡീറ്റെയിൽസ്, റേഷ്യോസ്, റിസൾട്ട്, ടെക്നിക്കൽ അനാലിസിസ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഈ ഒരു സെക്ടറിൽ നിന്ന് നമ്മൾ തൽക്കാലത്തേക്ക് ഒഴിവാക്കേണ്ട ചില സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കി വെക്കാം. 2ാം ഭാഗത്തിലെ വീക്ക് പെർഫോമൻസ് സിപ്ല ലിമിറ്റഡിന്റെ സ്റ്റോക്ക് 4%-ലധികം രേഖപ്പെടുത്തി 1417 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. പ്രതീക്ഷിച്ചെല്ലാം കുറഞ്ഞ വരുമാനവും മാർജിനുകളും ഉൾപ്പെടെ അതിന്റെ റിസൾട്ടിനെ സ്വാധീനിച്ച നിരവധി വെല്ലുവിളികളെ കമ്പനി അഭിമുഖീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യൻ ബിസിനസ്സിൽ സീസണൽ ഡിമാൻഡ് വീക്ക്നെസ് കമ്പനിയുടെ കൺസ്യൂമർ വിഭാഗത്തെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. കൂടാതെ സിപ്ലയുടെ US പ്രവർത്തനങ്ങൾക്ക് ലാൻഡിയോ ട്രേഡിന്റെ വിതരണ നിയന്ത്രണങ്ങൾ, അക്രോമെഗാലി ചികിത്സ, ഗോവ നിർമ്മാണ സൈറ്റിന് അനുമതി ലഭിക്കുന്നതിന് കാലതാമസം തുടങ്ങിയ പ്രശ്നങ്ങളും നേരിട്ടിട്ടുണ്ട്. എന്തായാലും ഇതിന്റെയൊക്കെ ഫലമായി നിക്ഷേപകരുടെ ജാഗ്രതയും ഭാവി വളർച്ചാ സാധ്യതകളെയും കുറിച്ചുള്ള അനിശ്ചിതത്വം പ്രതിഫലിപ്പിക്കുന്ന നിഫ്റ്റി 50യിലെ ഏറ്റവും വലിയ ഇടിവിന് സിപ്ലയുടെ ഓഹരി കാരണമാകുകയും ചെയ്തു. ഈ ഒരു വെല്ലുവിളികൾക്കിടയിലും സിപ്ല ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലെ ഒരു പ്രധാന ഗെയിമർ ആയിരുന്നു. എന്നിരുന്നാലും തൽക്കാലത്തേക്ക് നമുക്ക് ഷോർട്ട് ടൈമിലേക്ക് സിപ്ലയെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തേണ്ടി വന്നേക്കാം.
കൺക്ലൂഷൻ 2025-26 യൂണിയൻ ബഡ്ജറ്റ് ആയുഷ്മാൻ ഭാരത് പോലെയുള്ള സംരംഭങ്ങൾക്കുള്ള പ്രൊവിഷൻ വർദ്ധിപ്പിക്കുകയും ആരോഗ്യ പരിരക്ഷ വിപുലീകരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നതിലൂടെ ഹെൽത്ത് കെയർ സെക്ടറുകളെ ഉയർച്ചയിലേക്ക് എത്തിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് സൺ ഫാർമ, ലുപിൻ തുടങ്ങിയ ഫാർമസ്യൂട്ടിക്കൽ ഭീമന്മാരുടെ വളർച്ചാ അവസരങ്ങളിലേക്ക് നയിച്ചേക്കാം. ആരോഗ്യ സംരക്ഷണത്തിനായിട്ടുള്ള സർക്കാർ ചെലവിൽ നിന്നും സ്പെഷ്യാലിറ്റി ഉൽപ്പന്നങ്ങളുടെ വർദ്ധിച്ച ആവശ്യകതയിൽ നിന്നും പ്രയോജനം നേടുന്നതിന് മികച്ച സ്ഥാനത്താണ് ഈ രണ്ട് കമ്പനികളും. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടതിൽ സന്തോഷം. ഇതുപോലെയുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളുമായിട്ട് ഇനിയും വരാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോകൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.